ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ നോക്കുന്ന യൂണിറ്റ് 4 ദ ഹീലിംഗ് ടച്ച്. ദ ഹീലിംഗ് ടച്ചിൻ്റെ മുഴുവൻ മലയാളം എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഹീലിംഗ് ടച്ച്. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതുപോലൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഹീലിംഗ് ടച്ചിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൾ നോട്ട് ലിവ് ഇൻ വെയിൻ. എമിലി ഡിക്കിൻസന്റെ വരികളാണ്. നമുക്ക് അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഹിയർ ഈസ് എൻ ഇവൻറ്റ് ഇൻ എ റണ്ണിങ് റേസ്. അപ്പോൾ ഒരു ഓട്ട മത്സരത്തിൻ്റെ, ഒരു റണ്ണിങ് റേസിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചിത്രത്തിൽ ആരൊക്കെയാണെന്നുള്ളത്? വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ആ ഒരു പരിപാടി നടന്നത്? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എപ്പോഴാണത് സംഭവിച്ചത്? ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? അത്ലറ്റ്സ് ഓടുകയല്ല, പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് നോക്കാം. ആദ്യം, ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സിൻ്റെ ആൻസർ? ദ അത്ലറ്റ്സ് ആർ ബ്രൈമ ഡാബോ ഫ്രം ഗിനിയ, ബിസൗ ആൻഡ് ജൊനാഥൻ ബസ്ബി ഫ്രം അറൂബ. ഓക്കെ, വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ്? ദ ഇവൻറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദോഹ. Third, when did it happen? Answer, the event happened in 2019. The athletes are not running. What are they doing? Answer, the athletes are not running. Brahma Dabo is helping Jonathan Busby to cross the finishing line. It was a memorable moment in sports. Okay. Next, Michael Jordan was one of the best basketball players. Let's read the story of young Michael Jordan as he faces challenges in the basketball court and learns lessons about patience and hard work. അപ്പോൾ നമ്മളിവിടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയ മൈക്കിൾ ജോർദാനെ കുറിച്ചാണ് നോക്കുന്നത്. മൈക്കിൾ ജോർദാനും അയാൾ ഫേസ് ചെയ്ത ചലഞ്ചസും ബാസ്കറ്റ്ബോൾ കളിയിൽ എന്തൊക്കെയാണ് അദ്ദേഹം ലേൺ ചെയ്ത ലെസൺസ്, ക്ഷമ, ഹാർഡ് വർക്ക്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോണത്. അപ്പോൾ നമ്മളിതിൻ്റെ പേര് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. പേഷ്യൻസ്, ക്ഷമയാണ് കേട്ടോ. മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. അപ്പോൾ മൈക്കിളിന് ബാസ്കറ്റ്ബോൾ പ്ലേ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എല്ലാ സാറ്റർഡേയും എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ എല്ലാ ശനിയാഴ്ചയും അവരുടെ എൽഡർ ആയിട്ടുള്ള മൂത്ത സഹോദരന്മാരുണ്ട്, ലാറിയും റോണിയും അല്ലേ, അവരെ അനുഗമിച്ച് അവരെ പിന്തുടർന്നിട്ട് എന്ത് ചെയ്യും? പാർക്കിലേക്ക് പോകും. അവർ കളിക്കാൻ സമ്മതിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദാറ്റ് വാസ് മാർക്ക്. ആരായിരുന്നു? മാർക്കായിരുന്നു ആ പ്രശ്നം. ഹി വാസ് ദ ടോളസ്റ്റ്. മാർക്ക് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് കേട്ടോ. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. അപ്പോൾ ആ കളിക്കുന്ന സ്ഥലത്തെ ഏറ്റവും ടോളസ്റ്റ് ബോയ് ആണ് ഈ പറയുന്ന മാർക്ക്. അവനായിരുന്നു ഇവരുടെ പ്രശ്നം. വാട്ട്സ് ദ മാറ്റർ മിക്കി? ടു ഷോർട്ട്. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അപ്പോൾ എന്താ മൈക്കി, വളരെ ചെറുതാണോ? ടു ഷോർട്ട്, നീ വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് മാർക്ക് മൈക്കിളുടെ മുഖത്ത് ഇങ്ങനെ തട്ടും. നമ്മുടെ ചീക്സിൽ വെറുതെ തട്ടില്ലേ, അങ്ങനെ തട്ടി. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് nowhere and knocked the ball away. It flew into the hands of a player on the Marks team and he made the basket and the game was over just like that. അപ്പോൾ എന്താണ്? ഓവർ ഹിയർ ഷൗട്ടർ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ലാറി ഉറക്കെ വിളിച്ച് പറയാണ്. മൈക്കിൾ പന്തെറിയുന്നു. മാർക്കിൻ്റെ കൈകൾ എവിടെ നിന്നോ വന്ന് പന്ത് തട്ടി മാറ്റി. മൈക്കിൾ എറിഞ്ഞ പന്ത് ആര് തട്ടി മാറ്റി? മാർക്ക് തട്ടി മാറ്റുകയാണ് കേട്ടോ. അതങ്ങനെ പോയിട്ട് ആ ബോൾ ആരുടെ കയ്യിൽ പോയി വീഴുകയാണ്? മാർക്കിൻ്റെ ടീമിലൊരു കളിക്കാരൻ്റെ കയ്യിലേക്ക് തന്നെ പോയിട്ട് വീഴും. ഓക്കെ, അങ്ങനെ കളി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഹി മേഡ് ദ ബാസ്ക്കറ്റ്. അങ്ങനെ അവൻ ആ ബാസ്ക്കറ്റ് അവിടെ ആ കളി അവർ വിജയിച്ചു. ആൻഡ് ഗെയിം വാസ് ഓവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അവിടെ അതോടുകൂടി ആ കളി കഴിഞ്ഞു. ഓക്കെ, ഹൗ ഡിഡ് ഹോപ്പിംഗ് പ്രതീക്ഷയോടെ ഫ്ലാപ്ഡ് വീശി ആണ് കേട്ടോ. ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കിൾ? അപ്പോൾ മാർക്ക് എങ്ങനെയാണ് മൈക്കിളിനൊരു പ്രശ്നമായത്? ആൻസർ, മാർക്ക് ബിക്കം എ പ്രോബ്ലം ഫോർ യങ് മൈക്കിൾ ബിക്കോസ് ഹി വാസ് ടോളർ ആൻഡ് കുഡ് ഈസിലി ബ്ലോക്ക് മൈക്കിൾ ഷോട്ട്. മൈക്കിൾ എറിയുന്നതൊക്കെ ഈസി ആയിട്ട് ആർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മാർക്കിന്. കാരണം മാർക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ മൈക്കിൾ ടു പ്ലേ. അപ്പോൾ മൈക്കിളിന് കളിക്കാൻ കുറച്ച് ടഫായിരുന്നു. അടുത്തത്,
ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴി അവൻ അപ്പോളജൈസ് ക്ഷമാപണം നടത്തുകയാണ്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. ലുക്ക് ലിറ്റിൽ ബ്രദർ യു പ്ലേഡ് വെൽ ടുഡേ. അപ്പോൾ റോണി ആശ്വസിപ്പിക്കും, നോക്ക് ലിറ്റിൽ ബ്രദർ, നീ നന്നായി തന്നെയാണ് ഇന്ന് കളിച്ചത്, ഡോണ്ട് വറി, വിഷമിക്കണ്ട, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം നമുക്ക് വിൻ ചെയ്യാം. When they reached home, Michael went into the kitchen where Mama was cooking dinner. വീട്ടിലെത്തിയത് മൈക്കിൾ കിച്ചണിലേക്ക് പോകും. അവിടെ അമ്മ ഡിന്നർ ഉണ്ടാക്കുകയായിരുന്നു. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, ഹി ആസ്ക്ഡ്. അപ്പോൾ അമ്മയോട് ചോദിക്കും, എനിക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി ടോളറായിട്ട് വളരാൻ സാധിക്കുക ചോദിക്കും. ഷീ സ്മൈൽഡ്, ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ് സോൾട്ട്. അപ്പോൾ അവർ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് മൈക്കിളിനോട് പറയും സോൾട്ട്, ഉപ്പ് എന്ന് പറയില്ല, സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ. അപ്പോൾ ഉപ്പോ എന്ന് ചോദിച്ചിട്ട് അമ്മയെ നോക്കും. സോൾട്ട് ഇസ് യുവർ ഷൂസ്, സോൾട്ട് ഇൻ യുവർ ഷൂസ്. അപ്പോൾ നിന്റെ ഷൂസിലുള്ള സോൾട്ട് എന്ന് പറയട്ടോ, നിന്റെ ഷൂവിലുള്ള ഉപ്പ് എന്ന് പറയും. അപ്പോൾ മനസ്സിലാവില്ല അവന്. We will put salt in your shoes. Before you know it, you will be taller, she replied. Growing more excited, Michael started asking a lot of questions. Mama, how long will it take? And how tall do you think I will get? Smiling, Mama sat down next to him and explained, for this to work, you must be patient and listen to what I tell you. Okay, Mama, I will be patient. അപ്പോൾ എന്താ പറയുന്നത്, മൈക്കിള് നിന്റെ ഷൂസിൽ ഉപ്പിടണം എന്നൊക്കെ ഇവർ പറയുന്ന സമയത്ത് ഇവനാകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അവൻ ചോദിക്കും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ ചോദിക്കാൻ തുടങ്ങി, അമ്മ എത്ര സമയം എടുക്കും, എനിക്ക് ഉയരം കൂടണം. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഞാൻ നിനക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ പിടിച്ചിരുത്തും. വൈ ഡിഡ് മമ്മ ടെൽ മൈക്കിൾ ടു ബി പേഷ്യന്റ് ആൻഡ് ലിസൺ ടു അവർ അഡ്വൈസ്. അപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് മൈക്കിളിനോട് ക്ഷമയോടുകൂടി ഇരിക്കുക, ഞാൻ പറയുന്ന അഡ്വൈസ് കേൾക്കണം എന്ന് പറയുന്നത്? ആൻസർ, Mama told Michael to be patient and listen to her advice because growing taller takes time. വളരുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല അല്ലേ, നമ്മൾ ഹൈറ്റ് വയ്ക്കുകയാണെങ്കിലൊക്കെ അതിന് കുറച്ച് സമയം എടുക്കും. ഷി വാണ്ടഡ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിസൾട്ട്സ് വുഡ് ടേക്ക് ടൈം ആൻഡ് ദാറ്റ് പേഷ്യൻസ് വാസ് എസെൻഷ്യൽ. അപ്പം നമുക്കൊരു കാര്യത്തിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതിന് ക്ഷമ അത്യാവശ്യമാണ്. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ്ഡ് ദാറ്റ് മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. അപ്പോൾ ഒരു രാത്രി ഭക്ഷണം കഴിക്കുകയാണ്, ഡിന്നർ കഴിക്കുന്ന സമയത്താണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ എന്താണ് ഭക്ഷണം അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല, അവൻ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീങ് ടോളർ. അവനെന്താ ദിവാസ്വപ്നം കാണുകയാണ്, എന്തിനെ കുറിച്ച്, അവൻ ഹൈറ്റ് വെക്കുന്നതിനെ കുറിച്ചിട്ട്. മൈക്കിൾ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പോൾ അമ്മ പറയും, ആദ്യ കാര്യം ആദ്യം ചെയ്യൂ. യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ വളരില്ല. മമ്മ പറയും. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹി സെഡ്. അപ്പോൾ അവൻ എന്താ പറയുക, എനിക്ക് വിശക്കുന്നില്ല. റേസിംഗ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അപ്പോൾ ദേഷ്യം വന്നിട്ട് അമ്മ ഇങ്ങനെ പുരുകം ഉയർത്തിയിട്ട് അവനെ രൂക്ഷമായിട്ട് നോക്കും. സ്ലോലി മൈക്കിൾ പിക്ക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗൺ ടു ഈറ്റ്. അപ്പോൾ പതുക്കെ മൈക്കിൾ എന്ത് ചെയ്യും, ഭക്ഷണം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങും. മിനിറ്റ്സ് ലേറ്റർ ഈസ് പ്ലേറ്റ്സ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് മോർ. അപ്പോൾ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അവൻ ഭക്ഷണം കഴിച്ച് ഫിനിഷ് ചെയ്തു. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമസ്. അപ്പോൾ ആ വൈകുന്നേരം അവൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ പ്രിയപ്പെട്ട ഗെയിം ഷൂ അത് ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഗ്രോത്ത് ചാർട്ട് ഉണ്ട് അങ്ങനെ അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് അവൻ പൈജാമയൊക്കെ എടുത്തിടും, എന്നിട്ട് പ്രേയർ ചെയ്യും, എന്നിട്ട് കിടക്കയിലേക്ക് പോയി കിടക്കാൻ പോവാണ് കേട്ടോ. വെൻ മമ്മ കേം ഇൻ മൈക്കിൾ വാസ് ഫാസ്റ്റ് അസ്ലീപ്. അപ്പം അമ്മ വരുമ്പോഴത്തേക്കും അവൻ എന്താണ് ഗാഠനിദ്രയിലായിട്ടുണ്ടായിരുന്നു, ഉറങ്ങി. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, അവൻ്റെ ഷൂസിൽ ഉപ്പ് വിതറുന്നുണ്ട് കേട്ടോ. തളിക്കുക എന്നൊക്കെ പറയും നമ്മൾ, സ്പ്രിങ്ക് എന്ന് പറഞ്ഞാൽ. സ്റ്റേൺ ലുക്കാണ്, രൂക്ഷമായി നോക്കുക കേട്ടോ. അപ്പോൾ ചോദ്യം, വൈ ഡിഡ് മമ്മ ഗീവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക്. എന്താണ് അമ്മ അങ്ങനെ രൂക്ഷമായി നോക്കാൻ റീസൺ? ആൻസർ, മമ്മ ഗേവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക് ബിക്കോസ് ഹി വാസ് നോട്ട് ഈറ്റിംഗ് ഡിന്നർ വിച്ച് ഇസ് നെസസറി ഫോർ ഗ്രോത്ത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചാലല്ലേ വളരുള്ളൂ. ദിസ് ലുക്ക് പ്രോംപ്റ്റഡ് മൈക്കിൾ ടു ഫിനിഷ് ഹിസ് മീൽ അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ന്യൂട്രീഷൻ ഫോർ ഗ്രോയിങ് ടോളർ. മമ്മ സ്പ്രിങ്കിൾ സോൾട്ട് ഇൻ മൈക്കിൾ ഷൂസ്. വൈ? അമ്മ ഉപ്പ് വെതറി മൈക്കിളുടെ ഷൂസിൽ, എന്തുകൊണ്ട്? മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾ ഷൂസ് ടു പ്ലേഫുള്ളി സജസ്റ്റ് ഇറ്റ് വുഡ് ഹെൽപ്പ് ഹിം ഗ്രോ ടോളർ. ഇറ്റ് വാസ് മെന്റ് ടു എൻകറേജ് ഹിം ടു ബി പേഷ്യന്റ് ആൻഡ് ബിലീവ് ഇൻ ദ പ്രോസസ്. അപ്പോൾ അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ സമയം എടുക്കും, അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരിത് ചെയ്യുന്നതാണ്. ഈവൻ ദോ ഇറ്റ് വാസ് മോർ ഓഫ് എ കംഫർട്ടിങ് ഗെസ്റ്റർ ദൻ എ റിയൽ മെത്തേഡ് ഫോർ ഗ്രോത്ത്. അവനെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. അപ്പോൾ ആ ഒരു രാത്രിക്ക് ശേഷം അവൻ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ഗെയിമിംഗ് ഷൂസ് എടുത്ത് ധരിച്ചു, കാലിലിട്ടു. ആൻഡ്
he felt the presence of the salt under his feet. അപ്പോൾ അവൻ ഇട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി കാലിൽ എന്തിൻ്റെ സോൾട്ടിൻ്റെ ഒരു പ്രസൻസ്. He had a special feeling. Wearing his shoes, he went everywhere, but he stopped going to the park with his brothers on Saturdays. അവൻ എല്ലാവിടെയും പോയി ആ ഷൂസ് ഇട്ടിട്ട്, പക്ഷെ ബ്രദേഴ്സിൻ്റെ കൂടെ സാറ്റർഡേസിൽ പാർക്കിൽ പോണത് അവൻ നിർത്തി. ഇൻസ്റ്റഡ് he stayed home and practiced. പകരം എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവൻ പ്രാക്ടീസ് ആരംഭിച്ചു. He wanted to grow a few more inches before he went back to the park. അപ്പോൾ അവൻ അറിയായിരുന്നു ഞാൻ കുറച്ചുകൂടി ഹൈറ്റ് വെക്കണം, എങ്കിലേ ഏട്ടന്മാരുടെ കൂടെ പാർക്കിൽ പോയിട്ട് കാര്യമുള്ളൂ എന്ന് അവന് മനസ്സിലായി. After 2 months of practicing and waiting patiently, Michael stood next to the growth chart on his wall. അപ്പോൾ അവൻ്റെ ചുമരിൽ, റൂമിലെ ചുമരിൽ അവൻ ഈ ഗ്രോത്ത് ചാർട്ട് ഉണ്ടല്ലോ, നമ്മൾ എത്ര സെൻറ്റിമീറ്റർ വളർന്നു എന്നറിയാനൊക്കെ ഗ്രോത്ത് ചാർട്ട് ഉപകരിക്കും, അത് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ ഗ്രോത്ത് ചാർട്ട് നോക്കുകയാണ്. നത്തിങ് ഈ ആഡൻ. അപ്പോൾ കുറച്ച് പോലും ഒരു ഇഞ്ച് പോലും വെച്ചിട്ടില്ല ഹൈറ്റ്. അപ്പോൾ അവന് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ അവൻ പിൻവാങ്ങിയില്ല. I have to wait. എനിക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ, like Mama said. Michael thought, and that's what he did. 2 more months of practice went by. 2 മാസങ്ങൾ കൂടി അവൻ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് സ്റ്റിൽ നത്തിങ്. അപ്പോഴും അവന് വലിയതായിട്ട് ഹൈറ്റ് ഒന്നും വെച്ചില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. പക്ഷേ ഈ സമയം ഇപ്പം അവൻ കുറച്ച് സാഡായി. കാരണം ഇത്രയും മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും അവന് ഹൈറ്റ് വെക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായി. അങ്ങനെ even though Michael continued his practice, he hadn't grown an inch. If you were in Michael's place, what would you do? മൈക്കിൾ ഇത്രയും മാസത്തെ പ്രാക്ടീസിന് ശേഷവും മൈക്കിൾ ഹൈറ്റ് വെച്ചില്ല അല്ലേ. മൈക്കിളിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഇഫ് ഐ വർ ഇൻ മൈക്കിൾസ് പ്ലേസ്, ഞാനാണ് മൈക്കിളിൻ്റെ സ്ഥാനത്തെങ്കിൽ ഐ വുഡ് ഫോക്കസ് ഓൺ എൻജോയിങ് ദ ഗെയിം ആൻഡ് ഇംപ്രൂവിങ് മൈ സ്കിൽസ്. ഞാൻ എന്ത് ചെയ്യും? ഗെയിമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എൻ്റെ സ്കില്ലുകൾ ഞാൻ ഡെവലപ്പ് ചെയ്യും. ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ഹൈറ്റ്. ഈ ഹൈറ്റിൽ തന്നെ നോക്കി നിൽക്കാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യും. പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ് ആർ എസെൻഷ്യൽ. അപ്പോൾ നമുക്ക് ക്ഷമയും പെർസെവറൻസും അത്യാവശ്യമാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ. ആൻഡ് ഐ റിമൈൻഡ് മൈസെൽഫ് ദാറ്റ് ഗ്രോത്ത് ക്യാൻ ടേക്ക് ടൈം. പിന്നെ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, ഗ്രോത്ത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. വളർച്ച എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ചിലപ്പോൾ 2-3 മാസം കൊണ്ടോ ഒന്നും നടക്കില്ല, കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈ ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക്. അടുത്ത സാറ്റർഡേ ബ്രദേഴ്സ് അവനെയും കൂട്ടി പാർക്കിൽ പോകാൻ തീരുമാനിക്കും. ബട്ട് ഹി വുഡ്ന്റ് ബഡ്ജ്. പക്ഷെ അവൻ എന്തില്ല, അവൻ വഴങ്ങിയില്ല, വരില്ല എന്ന് പറയുകയാണ്. മമ്മ ഹാഡ് ബിഗൺ ടു വറി. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. വെൻ ഷീ സോ മൈക്കിൾ സിറ്റിംഗ് അലോൺ ഓൺ ദ സ്റ്റെപ്പ്, ഷീ ടോൾഡ് ഡാഡി മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. അപ്പോൾ മൈക്കിൾ ഒറ്റയ്ക്ക് സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ അച്ഛനോട് പറയും, ഒന്ന് അവനോട് പോയി സംസാരിക്കൂ എന്ന് പറയും. സോ ഡാഡി വെന്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കിൾ. അങ്ങനെ മൈക്കിളിൻ്റെ അടുത്ത് അച്ഛൻ വന്നിരുന്ന് സംസാരിക്കുകയാണ്. വാട്ട്സ് റോങ് ഡിയർ, നിനക്ക് എന്ത് പറ്റി? യു ഹാവൻ ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. കുറച്ച് കാലമായിട്ട് നീ നിന്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിൽ പോകുന്നില്ലല്ലോ കളിക്കാൻ. ആർ യു ഓക്കെ? നീ ഓക്കെ ആണോ? മൈക്കിൾ ഡിഡൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കിൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. then he looked at and said, I thought I would at least be a few inches taller because അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ഇഞ്ചസ് എങ്കിലും, അമ്മ പറഞ്ഞ പോലെ കുറച്ച് ഇഞ്ചസ് എങ്കിലും എനിക്ക് ഹൈറ്റ് വെക്കണം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയും. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഡിഡ് മൈക്കിൾ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിൽ പോകുന്നത് നിർത്തിയത് എന്തുകൊണ്ട്? ആൻസർ വരുന്നത്, മൈക്കിൾ സ്റ്റോപ്പ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ബിക്കോസ് ഹി വാണ്ടഡ് ടു പ്രാക്ടീസ് അറ്റ് ഹോം ആൻഡ് ഗ്രോ ടോളർ. വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് അവർ ടോളർ ആവണമായിരുന്നു. He hoped that by dedicating time to practice and following his mama's advice, he would eventually see a difference in his height. Michael's mother began to worry. What did she do then? അവരുടെ അമ്മയ്ക്ക് സങ്കടമായി തുടങ്ങി. അപ്പോൾ അവരുടെ അമ്മ എന്താണ് ചെയ്തത്? When Michael's mother began to worry, she asked his father to talk to him. She hoped that a conversation with his dad would help Michael open up about what was bothering him. അപ്പോൾ അമ്മ നേരെ അച്ഛനോട് പറയും, മൈക്കിളിനോട് സംസാരിക്കൂ, അപ്പോൾ അവൻ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവും, കാര്യങ്ങൾ തുറന്ന് പറയുമെന്ന് പറഞ്ഞ് അച്ഛനോട് സംസാരിക്കാനാണ് അവർ പറയുന്നത്. മൈക്കിൾ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. അപ്പോൾ ഡാഡി ചോദിക്കും, നിനക്ക് എന്തിനാണ് നീ ഹൈറ്റ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇഫ് ഐ വർ ടോളർ ഐ വുഡ് ബി ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. മൈക്കിൾ ആൻസർഡ്. മൈക്കിൾ പറയും, ഞാൻ ടോളർ ആയാൽ ഞാനൊരു വലിയ പ്ലെയർ ആവും, അങ്ങനെ എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കാൻ പറ്റും, എൻ്റെ ടീമിനെ സഹായിക്കാൻ പറ്റും. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. അപ്പോൾ അച്ഛൻ പറയും, നീ ഓൾറെഡി ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ റൈറ്റ് ഇൻ ഹിയർ.
ഒരു വിന്നർ ആവാൻ വേണ്ട എല്ലാം നിനക്ക് ഇപ്പം തന്നെ ഉണ്ട്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. ചെസ്റ്റിൽ തട്ടി ഡാഡി പറയും, ബീങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ ബട്ട് നോട്ട് ആസ് മച്ച് as പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യു യുവർ ബെസ്റ്റ് വിൽ. നീ പറഞ്ഞത് ശരിയാണ്, കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് സഹായകമാകും. പക്ഷെ നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മുടെ ബെസ്റ്റ് ഷോ ചെയ്യുന്നത് പോലെയൊന്നും വരില്ല. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്സ് യു എ റിയൽ വിന്നർ. ഇതൊക്കെയാണ് നമുക്കൊരു റിയൽ വിന്നർ ആവാൻ വേണ്ടത്. മൈക്കിൾ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. വെർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അപ്പോൾ അവൻ ഡാഡി പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. പെട്ടെന്നൊരു മിനിറ്റ് ചിന്തിക്കും, ചാടി എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ എങ്ങോട്ടാണ് പോകുന്നത്? എന്നിട്ട് പറഞ്ഞ് പിന്നാലെ അലറി ഓടി. അപ്പോൾ അവൻ പറയും, ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ. എനിക്കിന്നൊരു കളിയുണ്ട്. ആൻഡ് ഐ എം ലേറ്റ്. ഞാൻ ഇപ്പം തന്നെ വൈകിപ്പോയി. മൈക്കിൾ യെൽഡ് ബാക്ക്. അങ്ങനെ പറഞ്ഞിട്ട് മൈക്കിൾ തിരിച്ച് ആൻസർ പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കിൾ? അപ്പോൾ മൈക്കിളിൻ്റെ ഡാഡിയുടെ അഡ്വൈസ് എന്തായിരുന്നു? ഡാഡി അഡ്വൈസ് ടു മൈക്കിൾ ദാറ്റ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിംഗ് ഹിസ് ബെസ്റ്റ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൈറ്റ്. He emphasized that Michael already has everything he needs to be a great player and a winner. What was the result of the advice? മൈക്കിളിൻ്റെ ഫാദർ അഡ്വൈസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? As a result of daddy's advice, Michael realized the importance of practice, determination and giving his best effort. Inspired, he remembered his game and rushed to join it. അങ്ങനെ അവൻ്റെ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അവൻ വീണ്ടും കളിക്കാൻ വേണ്ടി ഓടുകയാണ് ചെയ്തത്. When Michael reached the park, the game had started. He sat on the bench hoping he would get a chance to play. അപ്പോൾ മൈക്കിൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഗെയിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും അവനൊരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവനൊരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. And he did. The game was almost over and the score was tied when John, one of the boys on Michael's team, fell and hurt himself. മൈക്കിളുടെ ടീമിലുള്ള ഒരു ബോയ് ജോൺ, അവൻ താഴെ വീണു, അവന് മുറിവ് പറ്റി. അങ്ങനെ മൈക്കിളിന് ഒരു ചാൻസ് കിട്ടുകയാണ്. അവന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മൈക്കിൾ വരും. Here was Michael's chance. Michael joined his team in the huddle as they gathered on the sideline for a timeout. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ടൈം ഔട്ടിനായിട്ട് സൈഡ് ലൈനിൽ ഒത്തുകൂടിയപ്പോൾ മൈക്കിള് ആ ടീമിനൊപ്പം അങ്ങ് ചേരുകയാണ്. ഓക്കെ, ദ ഗെയിം ഇസ് ടൈഡ്. ഓൾ വി നീഡ് ഇൻ വൺ പോയിന്റ്. ഒരു ടൈഡായി ഒരു പോയിന്റ് ആവശ്യമുണ്ട്. ഹു വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? റോണി ആസ്ക്. അപ്പോൾ റോണി ചോദിക്കും, ആർക്കാണ് ഇത് എടുക്കേണ്ടത്? ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ. മൈക്കിൾ സെഡ്, ഐ വിൽ ഡു ഇറ്റ്. മൈക്കിളിനെ നോക്കുമ്പോൾ മൈക്കിൾ പറയും, ഞാൻ ചെയ്യാമെന്ന് പറയും. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിൾ ആസ് യൂഷ്വൽ. Still trying to play with the big boy serve, Mark taunted. But Michael paid him no attention. Taller or not, he had been practicing and today he was determined to win. അപ്പോൾ വിസിൽ മുഴങ്ങിയതും മാർക്ക് ആ പയ്യൻ കേട്ടോ, മാർക്ക് പതിവ് പോലെ തന്നെ മൈക്കിളിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോഴും നീ ഞങ്ങളെപ്പോലെ വലിയ ആൺകുട്ടികളെ കളിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ചോദിച്ച് പരിഹസിക്കും. പക്ഷെ മൈക്കിൾ അവനെ ശ്രദ്ധിച്ചതേ ഇല്ല. ഉയരം കൂടിയാലും ഇല്ലെങ്കിലും അവൻ ആ പരിശീലനം ചെയ്തിട്ടുണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് തന്നെ ജയിക്കുമെന്നൊരു കോൺഫിഡൻസ് അവനുണ്ടായിരുന്നു. നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. How did Michael get a chance to play? Michael got a chance to play when one of his teammates, John, fell and hurt himself. This created an opportunity for Michael to join the game and prove his skills. Michael did not pay any attention to Mark's taunts. മാർക്കിന്റെ പരിഹാസങ്ങൾക്ക് അവൻ ശ്രദ്ധ കൊടുത്തില്ല. Why? Answer: Michael did not pay any attention to Mark's taunts because he was focused on the game and determined to win. He had been practicing and was confident in his abilities, so he did not let Mark's comments distract him. അടുത്തത്, ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. ലാരി മൈക്കിളിന് പന്തെറിഞ്ഞു കൊടുക്കുകയാണ്. മൈക്കിൾ അത് പിടിച്ചു. മൈക്കിൾ കോട്ട് ഇറ്റ്, ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. എന്ത് ചെയ്തു? ഒരു നിമിഷം അത് തിരിച്ചു വിട്ടു, പിന്നെ പറന്നുയരുകയാണ് അത് കേട്ടോ. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മാർക്ക് ഫോളോഡ്, ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. ദ ബോൾ arced far above his opponent's hands and fell silently through the hoop. 2 points. The game was over. Michael's team had won. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കിന് അടുത്തെത്തിയപ്പോൾ മൈക്കിൾ വലതുവശത്തേക്ക് മാറിയില്ലേ? മാർക്ക് പിന്നാലെ പോയി, പക്ഷെ പന്ത് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ മൈക്കിൾ ഇടതുവശത്തേക്ക് തിരിയും. മാർക്കിന്റെ പിന്നിലേക്ക് ചവിട്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ. പന്ത് എതിരാളിയുടെ കൈകൾക്ക് വളരെ മുകളിലേക്ക് പോയി.
പിന്നെന്ത് സംഭവിക്കും? 2 പോയിന്റ് കിട്ടി, കളി കഴിയുകയും ചെയ്തു. അങ്ങനെ മൈക്കിളിന്റെ ടീം വിജയിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഇവര് ആ കളി ജയിച്ചു മൈക്കിള്. ഇറ്റ് വാസ് ജസ്റ്റ് as മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. മൈക്കിൾ സ്വപ്നം കണ്ട പോലെ തന്നെ സംഭവിച്ചു. When he realized what he had done, Michael took off and didn't stop until he had reached home. അവൻ ജയിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവൻ എന്താ ചെയ്തത്? വീട്ടിലെത്തുന്നവരെ നിർത്തിയില്ല അല്ലേ? അങ്ങനെ പോയി വേഗം. And didn't stop until he had reached home. Bursting through the floor, he shouted, I did it, Dad and Mom, I did it. ഞാനത് ചെയ്തു, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഓടുകയാണ് അവൻ. I shot right over the tall guy's head and we won the game. Running in behind him, Ronnie and Larry joined the celebration. അങ്ങനെ അവര് പിന്നാലെ റോണി ലാറി ഓടി വന്നു. That's right, little brother, you did it. നീ വിജയിച്ചിരിക്കുന്നു. You won the game for us. ഞങ്ങൾക്ക് വേണ്ടി നീ ആ ഗെയിം ജയിച്ചു. After that day, Mama stopped putting salt in Michael's shoes. അന്ന് മുതൽ ആ ഷൂവിൽ ഉപ്പിടുന്നത് അമ്മ അങ്ങ് നിർത്തി. But Michael did not stop being patient and working hard. പക്ഷേ മൈക്കിള് ഹാർഡ് വർക്ക് ചെയ്യുന്നതും ക്ഷമയോടെ ഇരിക്കുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തു. അവൻ അത് നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ അതിൽ ചോദ്യം വരുന്നത് why did Michael run to his house after winning the game? അപ്പോൾ ഗെയിം ജയിച്ചതിന് ശേഷം അവൻ എന്തിനാണ് ഓടിയത് എന്നാണ്. Michael ran to his house after running the game because he was overjoyed and wanted to share his dream with his parents. He was excited to tell them about his success. 2. Why did Michael's mother stop putting salt in his shoes? Michael's mother stopped putting salt in his shoes after he won the game and proved that practice and determination were more important than superstition. അപ്പോൾ ഇവരാണ് ഓദർ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ പൗസ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.